പച്ചയ്ക്ക് ശിർക്ക് എന്നറിയുന്നത് ഇപ്പോൾ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് നിർത്തിപ്പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഉമ്മത്ത് മുഴുവൻ ശിർക്കിലാണ് എന്ന് ആരോപിക്കാതെ ഒരു ബിദഅത്തിന്റെ പ്രസ്ഥാനവും ഇവിടെ വളർത്തിയിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിക്കാൻ തുടങ്ങിയ നാൾ മുതൽക്ക് ഏത് ബിദഅത്തിന്റെ പ്രസ്ഥാനവും മുസ്ലിം ഉമ്മത്തിനെ മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തെ ശിർക്കിലോ കുഫറിലോ വിധി എഴുതിക്കൊണ്ട് തളച്ചിട്ടിട്ടും അതിലേക്ക് തള്ളി വീഴ്ത്തിയിട്ടും മാത്രമാണ് അവരവരുടെ കൊടി ഉയർത്തിയിട്ടുള്ളത്. ഒറ്റ ബിദഅത്തിലൂടെ ഈ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ പിഴച്ചവരാകുന്നു എന്ന് വിധി എഴുതുന്നു. ഒരൊറ്റ കാര്യത്തിലൂടെ ഈ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ പിഴച്ചവരാകുന്നു. തൗബ ചെയ്യാൻ അവസരമില്ലാതെ പോകുന്ന ഒരു കൂട്ടം ആളുകൾ, ആ ആളുകളിൽ വിശ്വാസികളും പെട്ടുപോകും. വിശ്വാസികളും ആ ഗണത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള സ്വഭാവമുള്ളവരായി ഉണ്ട്. ഇതല്ലേ മഹാവിഷമകരം? തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ പോകുന്നവർ. തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മറ്റുള്ളവർക്ക് രക്ഷപ്പെടുത്താം. മറ്റുള്ളവർക്ക് രക്ഷപ്പെടുത്തിയാൽ ആ വിധത്തിലും രക്ഷപ്പെടാൻ വഴിയില്ലാത്ത വിധത്തിലുള്ള ഹതഭാഗ്യന്മാന്മാർ വിശ്വാസമുണ്ട്. പക്ഷേ തൗബക്ക് അവരിയ്ക്കില്ല. തൗബയില്ലെന്ന് മാത്രമല്ല, അവർ അങ്ങേയറ്റത്തെ മോശമായ രീതിയിലാണ് അവരുടെ ജീവിതാവസാനം വരെ നിലകൊള്ളുക. അത്തരം ആളുകൾ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും എന്ന നിലക്കുള്ള ഇസ്ലാം അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശാശ്വതമായ നരകത്തിലിട്ട് ശിക്ഷിക്കുകയില്ല എന്നത് നമ്മുടെ അഖീദയാണ്, വിശ്വാസ തത്വമാണ്. അങ്ങനെ നമ്മൾ പ്രമാണങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നു. അതേസമയം തൗബ ചെയ്യാൻ അവസരമില്ലാത്ത വിധത്തിൽ, പാപങ്ങൾക്ക് ശിക്ഷ കിട്ടുന്ന വിധത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാൻ പറ്റാത്ത വിധം നിഷേധികളായിക്കൊണ്ടോ അല്ലെങ്കിൽ അവസാനം അന്ത്യനിമിഷത്തിൽ തനി കാഫിറുകളും സത്യനിഷേധികളുമായിക്കൊണ്ട് അള്ളാഹുവിങ്കൽ വരുന്ന തരത്തിൽ ദുര്യോഹികളായി മാറുന്ന വിധം അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിൻ്റെ റസൂലും ചിലരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമായാണ് ഞാൻ സംസാരിക്കുന്നത്. അൽ-കഹ്ഫിലുള്ള അൽ-കഹ്ഫ് സൂറത്തിലെ നമ്മൾ വെള്ളിയാഴ്ച ഓതുന്നത്, ആ സൂറത്തിൻ്റെ അവസാനത്തിലുള്ളതാണ് ഞാൻ ഈ ഓതിയ ആയത്ത്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. കേൾക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലെത്തും. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മത്തിനോട് പറയാൻ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. ചെയ്യുന്ന അമലുകളെല്ലാം നഷ്ടത്തിലായി പോകുന്നവർ, ആ അമലുകൾ കൊണ്ടെല്ലാം നഷ്ടം ഭവിക്കുന്നവരായ, ഛേദം പറ്റുന്നവരായ ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം നൽകാം. അത്തരം ഒരാളുകളുണ്ട്. അല്ലദീന ضل സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അവർക്ക് നൽകപ്പെട്ട ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും അധ്വാനങ്ങളും അമലുകളും, അവർ ചെയ്ത എല്ലാ സൽക്രമങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തവരാണ്, അത് നഷ്ടപ്പെട്ടവരാണവർ. അല്ലദീന ضل സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അവരുടെ അമലുകളും അധ്വാനങ്ങളുമെല്ലാം പാഴായി, ലക്ഷ്യം കാണാതെ തെറ്റിപ്പോയവർ. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നല്ല പ്രവൃത്തികളാണ്, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന സൽക്രമങ്ങളാണ്, അള്ളാഹു പറഞ്ഞ വിധി അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ്, അള്ളാഹു നിശ്ചയിച്ച എല്ലാ നിയമങ്ങളുമൊത്ത കർമ്മങ്ങളാണ് എന്ന് അവർ സ്വയം വിചാരിക്കുന്നു. നല്ല കർമ്മങ്ങളാണെന്ന് കരുതിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത് എല്ലാം. ആ നല്ല കർമ്മങ്ങളാണെന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്ന ആളുകൾ പാപികളാണെന്ന് ഒരിക്കലും അവർ തിരിച്ചറിയുകയില്ലല്ലോ. തെറ്റുകാരാണെന്ന് അവർക്കൊരിക്കലും ബോധ്യം വരികയില്ലല്ലോ. കുറ്റക്കാരാണെന്ന് തങ്ങളെന്ന് അവർക്കൊരിക്കലും കുറ്റബോധം തോന്നുകയില്ലല്ലോ. അങ്ങനെ കുറ്റബോധം തോന്നാത്ത, മനസ്സിൻ്റെ അകത്ത് പശ്ചാത്താപം വരാത്ത, മനസ്സിൻ്റെ അകത്ത് ഖേദം വരാത്ത, മനസ്സിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ദുഃഖവും ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ വരാത്ത, കാരണം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ചെയ്യുന്നതൊക്കെ സുഹൃതമാണെന്നാണ് അവരുടെ ധാരണ. പക്ഷേ ചെയ്യുന്നതാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കാത്ത അമലുകളാണ്, അള്ളാഹു സ്വീകരിക്കാത്ത കുറ്റങ്ങളാണ്. അത്തരം കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ, ആ ആളുകളെ ഈ ആയത്തിൽ വിവരിക്കുന്നത് ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ.
അള്ളാഹുവിനെ കൊണ്ട് കാഫിറായവരാണവർ, അവിശ്വസിച്ചവരാണവർ. അള്ളാഹുവുമായി കണ്ടുമുട്ടി പരലോകത്ത് അള്ളാഹു വിചാരണ ചെയ്യുമെന്നോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുമെന്നോ അങ്ങനെ ഒരു ലോകമുണ്ടെന്നോ വിശ്വസിക്കാത്തവരാണവർ. അങ്ങനെയുള്ള വിശ്വാസികൾ ചെയ്ത അമലുകൾക്കൊന്നും ഒരു തരത്തിലുള്ള നന്മയും ഒരു തരത്തിലുള്ള തൂക്കവും അല്ലാഹു തആല നൽകുകയില്ലെന്ന് അള്ളാഹു പറയുന്നത് അവർ അവിശ്വാസികളാണെന്ന് വിവരിച്ചുകൊണ്ടാണ്. ഈ അവിശ്വാസികളെ സംബന്ധിച്ച് മൊത്തം ഇത് വളരെ കൃത്യമാണ്. പക്ഷേ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യസ്നൂന സുൻആ എന്ന് അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അതേ ഗുണങ്ങളും അതേ സ്വഭാവവുമുള്ള വിശ്വാസികളും ഉണ്ടാകും. എപ്പോഴും അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ അവിശ്വാസികൾക്ക് പറഞ്ഞത് വിശേഷണം എന്തിനാണ് അല്ലാഹു വിവരിച്ചു തരുന്നത്? ആ വിശേഷണം കൊണ്ട് നമ്മൾ അവരെ മനസ്സിലാക്കാനും ആ വിശേഷണമാണ് അവർ പിഴക്കാനുള്ള നിമിത്തവും കാരണവും എന്ന് മനസ്സിലാക്കാനുമാണല്ലോ. അങ്ങനെയുള്ള പിഴക്കാൻ കാരണമാകുന്ന വിശേഷങ്ങൾ അവിശ്വാസികൾക്ക് പറഞ്ഞതെല്ലാം ഉള്ള തരത്തിൽ വിശ്വാസികളിലുമുണ്ട് ഒരു കൂട്ടം ആളുകൾ. അവർ കേവലം വിശ്വാസികളാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ നിഫാഖുകാരാണ്, മുനാഫിക്കുകളാണ്, കപടന്മാരാണ്. പുറത്തേ അവർ വിശ്വാസികളുള്ളൂ, പുറത്തേ അവർ മുഅ്മിനീങ്ങളുള്ളൂ, ഉള്ളിൻ്റെ അകത്ത് അവർ വിശ്വാസികളല്ല. അതുകൊണ്ടാണ് അവിശ്വാസികൾക്ക് പറഞ്ഞ ഗുണങ്ങളും അവിശ്വാസികൾക്ക് മാത്രം സവിശേഷപ്പെട്ട സിഫത്തുകളും അതിൻ്റെ രീതിയിലുള്ള അവസ്ഥകളുമൊക്കെ ഇവർക്കുണ്ടാകുന്നത്. എന്തിനാണ് അല്ലാഹു മുനാഫിക്കുകളെ കുറിച്ച് അനേകം സിഫത്തുകൾ വിവരിക്കുന്നത്? പലയിടങ്ങളിലായി അല്ലാഹു വിവരിച്ചത് ദശക്കണക്കിന് ഗുണങ്ങളാണ് മുനാഫിക്കുകളെ പറ്റി. അത്തരം മുനാഫിക്കുകളാവട്ടെ വിശ്വാസികളുടെ കൂട്ടത്തിലും അതേ ഗുണമുള്ളവർ ധാരാളമുണ്ട്, ഒരുപാടുണ്ട്. ഒമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വാസികളിൽപ്പെട്ട മുനാഫിക്കുകളായ കപടകന്മാരെ സാക്ഷാൽ മുത്തഖീങ്ങളെയും അതിൻ്റെ നേർവിപരീതമായ ജഹന്നമിൽ ശാശ്വതരായ അവിശ്വാസികളെയും വിവരിച്ചു കഴിഞ്ഞ ശേഷം ഒമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല, പക്ഷേ വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നവരാണവർ. അവർക്ക് ദുന്യാവിൽ നൽകപ്പെടുന്ന ഗുണങ്ങളെല്ലാം ഹുക്കുമകളെല്ലാം വിധികളെല്ലാം വിശ്വാസികളുടെ ഗുണമാണ്. നിസ്കരിക്കണം, അവർ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കണം, അവരെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മുസ്ലിമീങ്ങളുടെ മഖബറയിൽ കൊണ്ടുപോയി മറമാടണം. നമ്മുടെ പള്ളിയിൽ കയറി നിസ്കരിക്കുമ്പോൾ അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല, പള്ളിയിൽ തന്നെ നിർത്തണം. ഇതൊക്കെ സാക്ഷാൽ അവിശ്വാസികളായ കാഫിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട മുനാഫിക്കുകൾക്ക് പോലുമുള്ള വിധിയാണ്, പുറത്തെ വിധി. എന്നിട്ടും വമാഹും ബിമുഅ്മിനീൻ അവർ അവിശ്വാസികളല്ല എന്ന് അല്ലാഹു തആല അവരെ കുറിച്ച് പറയുന്നു. മാത്രമല്ല ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ നരകത്തിന്റെ ശിക്ഷ, കഠിനാൽകഠിനമായ ശിക്ഷ, നരകക്കുണ്ടിൽ എത്രയോ താഴോട്ട് എത്ര പോകുന്നുവോ അത്ര കണ്ടാണ് ഭയാനകം. മുനാഫിക്കീങ്ങളാവട്ടെ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ്, ആ ഗർത്തത്തിന്റെ ഏറ്റവും അവസാനത്തെ തട്ടിലാണ് മുനാഫിക്കീങ്ങൾ എന്ന് പറയുമ്പോ ശുദ്ധ കാഫിരീങ്ങളെക്കാൾ കപടന്മാരായ കാഫിരീങ്ങളും അവിശ്വാസികളുമാണ് ഏറ്റവും വലിയ ശിക്ഷ അർഹിക്കുന്നതെന്ന് അള്ളാഹു നമുക്ക് ഖുർആനിൽ പറഞ്ഞു തരുന്ന ആ മുനാഫിക്കീങ്ങളും സാമൂഹികമായി ചിന്തിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിലാണ്, വിധി കൊണ്ട് ചിന്തിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളുടെ വിധിയാണ്. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ അല്ലാഹുവിന്റെ റസൂൽ അവരുടെ മേൽ നിസ്കരിക്കരുതേ. വലാ തഖും അലാ ഖബരിഹി അത്തരം ആളുകളുടെ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പരലോക നന്മക്ക് വേണ്ടി തങ്ങൾ ഒരിക്കലും ദുആ ചെയ്യരുതേ. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ലൻ യഗ്ഫിറുല്ലാഹു ലഹും അവിടുന്ന് എത്ര തവണ ഇസ്തിഗ്ഫാർ അവർക്ക് വേണ്ടി നടത്തിയാലും അള്ളാഹുവിന്റെ ഹബീബാണെങ്കിൽ പോലും അങ്ങയുടെ ഇസ്തിഗ്ഫാർ ഞാൻ സ്വീകരിക്കുകയില്ല, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുകയില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള മുനാഫിക്കുകൾ പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളാണ്. ആ മുനാഫിക്കുകളുടെ വിശേഷം വിവരിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് ലം യഅ്തൂ ബഅദു ഈ ആയത്തിൽ പറയപ്പെട്ട മുനാഫിക്കുകൾ
റസൂലുള്ളാഹിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബാക്കൾക്കിടയും ജീവിച്ചിരുന്നവരാണെങ്കിലും ഉഹദ് യുദ്ധത്തിലും ബദർ യുദ്ധത്തിലുമൊക്കെ അവർ ചേർന്നിരുന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒപ്പം പോയവരും മടങ്ങിപ്പോന്നവരുമൊക്കെയാണ് അവരുടെ കൂട്ടത്തിലുള്ളതെങ്കിലും, പള്ളിയിൽ അവരുടെ കൂടെ നിസ്കരിക്കുന്നവരാണ് അവരുടെ കൂട്ടത്തിലുള്ളതെങ്കിലും അവരിന്നും വന്നു തീർന്നിട്ടില്ല. അവസാന കാലം വരെ അവർ വന്നുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ സംബന്ധിച്ച് നബി തങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഈ മുനാഫിക്കീങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എന്നും ഉണ്ടാകും, അന്ത്യനാൾ വരെ ഉണ്ടാകും. ഖബറിൻ്റെ അകത്തെ ചോദ്യം എന്ന് പറയുന്ന ഒരു ചോദ്യവും ഖബറിൻ്റെ അകത്തെ പരീക്ഷണം എന്ന പേരിലുള്ള ഒരു പരീക്ഷണവും അദാബുമെല്ലാം ഈ ഉമ്മത്തിനിക്ക് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ കപടന്മാരായിട്ടുള്ള വിശ്വാസികളെയും, അതായത് പ്രത്യക്ഷത്തിൽ വിശ്വാസികൾ പക്ഷേ കപട വിശ്വാസികൾ എന്ന നിലക്ക് അവർ യഥാർത്ഥത്തിൽ അവിശ്വാസികളാണ്. ആ വിശ്വാസികളെയും സാക്ഷാൽ വിശ്വാസികളെയും വേറിട്ട് നിർത്തുന്നതിനും അള്ളാഹുവിൻ്റെ മലക്കുകൾക്കും മറ്റും അത് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകളും പണ്ഡിതന്മാരും അതിൻ്റെ രഹസ്യം നമുക്ക് വിവരിക്കുന്നുണ്ട്. അപ്പം ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അത്തരം മുനാഫിക്കീങ്ങൾ ഈ സമൂഹത്തിൽ അവസാന കാലം വരെയുണ്ട്. ഇതേപോലെ തന്നെയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻആ. നന്മ ചെയ്യുന്നവരാണ്, സുഹൃതവാന്മാരാണ്, സൽക്കർമ്മികളാണ്, നല്ല മനുഷ്യന്മാരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹു സ്വീകരിക്കാത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരെന്ന് വിവരിച്ചിട്ടുള്ള ഈ വിഭാഗം അവർ അൽ ഹറൂരിയ, ഹറൂറ എന്ന പ്രദേശത്ത് ഒത്തുകൂടിക്കൊണ്ട് സ്വഹബാക്കളെ അസഭ്യം പറയുകയും സ്വഹബാക്കളെ കാഫിറാക്കുകയും ചെയ്ത പുത്തൻവാദികളായി മുസ്ലിമീങ്ങൾക്കിടയിൽ വന്ന വിഭാഗമാകുന്നു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനുകൾ വിവരിക്കുന്നത്, ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും എന്ന ബാക്കി ഭാഗം കാണാഞ്ഞിട്ടല്ലോ. ഇവരാരാകുന്നു എന്ന് അല്ലാഹു തആല വിവരിച്ച ഭാഗം കാണാഞ്ഞിട്ടല്ല. ആ വിവരിച്ചിട്ടുള്ളത് അവിശ്വാസികളെ കുറിച്ച് പച്ചക്ക് പറഞ്ഞിട്ടുള്ള പരമാർത്ഥമാണെങ്കിലും ആ പച്ചക്ക് പറഞ്ഞ അതേ ഗുണമുള്ളവർ ആകാൻ മുസ്ലിമീങ്ങളുടെ സാമൂഹിക നാമമുള്ളവരിലും മുസ്ലിമീങ്ങളുടെ ആ സമൂഹത്തിൽ ജീവിക്കുന്നവരിലും സമുദായത്തിൽ ജീവിക്കുന്നവരിലും ഒരു കൂട്ടം ആളുകളുണ്ട്. നല്ല സൽക്കർമ്മികളാണ്. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞ കൂട്ടരാണ്, യുഹഖിറു അഹദുകും സ്വലാത്തഹു യുഹഖിറു അഹദുകും സ്വലാത്തഹു. ഒരാൾ നിസ്കരിക്കുന്ന നിസ്കാരം ആരോടാ നബി പറയുന്നത്? റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനോട്. സ്വഹാബികളൊരാൾ നിസ്കരിക്കുന്ന നിസ്കാരം ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ നിസ്കാരവുമായി തട്ടിച്ചു നോക്കിയാൽ എന്റെ നിസ്കാരം എത്ര തുച്ഛം, എത്ര നിസ്സാരം എന്ന് നിങ്ങൾ പറഞ്ഞു പോകും. അത്ര വലിയ നിസ്കാര ഭക്തന്മാരാണവർ. നിങ്ങളൊരാളുടെ നോമ്പ് അവരുടെ നോമ്പുമായി തട്ടിച്ചു നോക്കിയാൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ല, അത്ര ഭക്തന്മാരായ നോമ്പുകാരാണവർ. നിങ്ങളിൽ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നതും അവർ ഖുർആൻ പാരായണം ചെയ്യുന്നതും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ നിങ്ങളുടെ ഖുർആൻ പാരായണം എത്ര തുച്ഛമാണ്, എത്ര നിസ്സാരമാണ്. അവരുടെ ഖുർആൻ പാരായണം വളരെ സുദീർഘമാണ്, വളരെ ഭക്തമാണ്. അങ്ങനെ ഭക്തിയോടെ ഖുർആൻ പാരായണം ചെയ്യുന്ന, ഭക്തിയോടെ നിസ്കരിക്കുന്ന, ഭക്തിയോടെ നോമ്പനുഷ്ഠിക്കുന്ന, അങ്ങേയറ്റം ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്ന വിഭാഗമാണ് ഹറൂരിയ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ കാലത്ത് പ്രത്യക്ഷപ്പെട്ട വിഭാഗത്തെ പറ്റി പറയുന്നത്. തന്റെ ജനതയിൽപ്പെട്ടവരായിരുന്നു അവർ, തന്റെ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നു അവർ. താനും മറുപക്ഷത്തെ ഒരു വിഭാഗവും തമ്മിൽ ഭരണപരമായ പോരാട്ടങ്ങളും യുദ്ധങ്ങളും ധർമ്മസമരങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആ സമരരംഗത്ത് ഒന്നാം ഘട്ടത്തിൽ തൻ്റെ കൂടെയുള്ള സൈന്യത്തിൽ അംഗങ്ങളായിരുന്നു അവർ. അവരാണ് ഹറൂറ എന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് പ്രത്യേകമായി കൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നത്. അവരുടെ ഭാഷയിൽ അത് ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രതിജ്ഞയാണ്, അവരുടെ ഭാഷയിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള പ്രതിജ്ഞയാണ്, അവരുടെ ഭാഷയിൽ ഭക്തിക്ക് വേണ്ടിയുള്ള തഖ്വാക്ക് വേണ്ടിയുള്ള പ്രതിജ്ഞയാണ്. അത്തരം വലിയ പ്രതിജ്ഞ ചെയ്യുന്ന ആളുകളും ആ പ്രതിജ്ഞ ചെയ്ത ആളുകളുടെ പിന്മുറക്കാരായ ആളുകളും സമൂഹത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്.
ഖവാരിജ് എന്നാണ് പ്രത്യേകം അവർക്ക് പിന്നീട് അവരുടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനം കൊണ്ട് അവർക്ക് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. ഹറൂറായിൽ സമ്മേളിച്ച ഈ വിഭാഗം പിന്നെ അലിയാരുടെ ഭരണത്തിനെതിരെ വിപ്ലവവുമായി വന്നതുകൊണ്ട് അവർക്ക് ഖവാരിജ് എന്ന് പേര് വെച്ചു. ആ ഖവാരിജുകളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും നമ്മുടെ ഗ്രന്ഥങ്ങളിലുമൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് പ്രകാരം അവർ കാഫിറുകൾ എന്ന് വിധിക്കുന്നില്ല. മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ തന്നെയാണവർ. അവരെപ്പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് ഈ സ്വഭാവത്തെ വിലയിരുത്തിക്കൊണ്ടു തന്നെയാണ്. അത്തരം ആളുകൾ മുസ്ലിം സൊസൈറ്റിയിലും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകുമെന്ന് അല്ലാഹുവിൻ്റെ റസൂല് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അത് പിശാച് ഈ സമുദായത്തെ പിഴപ്പിക്കുന്നതിന് വേണ്ടി, ഈ സമുദായ മക്കളിൽ നിന്ന് നരകത്തിലേക്ക് ആളുകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ സമുദായ മക്കൾക്ക് നൽകിയിട്ടുള്ള തൗബ എന്ന മഹത്തായ അനുഗ്രഹം ഒരിക്കലും ഉപകാരപ്പെടുത്താതിരിക്കാൻ, ഒരിക്കലും ഈ വിശ്വാസികളിൽ ചിലർക്കെങ്കിലും ഉപകാരപ്പെടാതിരിക്കാൻ വഴിപിഴപ്പിക്കും എന്ന് അള്ളാന്റെ മുമ്പിൽ ആണയിട്ട് പറഞ്ഞ പിശാചും മക്കളും പ്രത്യേകം കെണിയൊരുക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് ഇവർ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്ന ഹദീസുകൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഹദീസുകൾ പണ്ഡിതന്മാർ വിവരിക്കുന്നു. 142 ഹദീസുകളാണ് സിദ്ദീഖ് എന്നവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള മൊഴിമുത്തുകൾ, നബിയുടെ ഹദീസുകൾ. നബിയുടെ ലക്ഷക്കണക്കിന് ഹദീസുകളെല്ലാം മറ്റുള്ളവർക്കറിയുമെങ്കിൽ സിദ്ദീഖ് എന്നവർക്ക് ഏതായാലും അറിയാം. പക്ഷേ ആകെയുള്ള 2 കൊല്ലക്കാലമാണ് റസൂലുള്ളാഹിക്ക് കാലശേഷം അവർ ജീവിച്ചത്. ഹദീസ് പറയാനുള്ള അവസരം അവർക്ക് കിട്ടുന്നത് മറ്റാരുടെയും അടുക്കൽ ഹദീസ് ഇല്ലാത്തത് വരുമ്പോഴല്ലേ മഹാനരെ ആളുകൾ സമീപിക്കുകയുള്ളൂ. അവിധം എല്ലാവരും കഴിഞ്ഞ ശേഷം അവസാനത്തെ അവലംബമെന്ന നിലക്ക് പറയുമ്പോൾ പുറത്തു വരുന്ന സാന്ദർഭിക ഹദീസുകളായതുകൊണ്ടാണ് 142 ഹദീസുകൾ അവരിൽ നിന്ന് ആകെ പുറത്തു വന്നത്. ഇത് വിവരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ 142 ഹദീസെന്ന് ഓരോരോ സ്വഹാബിമാരുടെ ചരിത്രം വിവരിക്കുമ്പോഴും അവരിൽ നിന്ന് ഇത്ര ഹദീസുകൾ ലോകത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് കൃത്യമായി പറയുന്ന ഇമാമുൻ നവവി തങ്ങളുടെ അടുക്കലുള്ള ഹദീസുകളുടെ എണ്ണം എത്രയാണ്, എത്രയെത്ര വലിയ ഹദീസുകളുടെ കൂമ്പാരമാണ് മഹാന്മാരുടെ അടുക്കലുള്ളത്. അവരാണിത് വിവരിച്ചത് 142 ഹദീസെന്ന്. ഇമാം നവവിക്ക് ശേഷം ഏതാണ്ട് 100 നൂറ്റാണ്ട് പിന്നിട്ടതിൻ്റെ ശേഷം വന്ന മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ അവർകൾ അബൂബക്കർ സിദ്ദീഖിൽ നിന്നുള്ള ഈ 142 ഹദീസുകളെന്ന് ഇമാമുൻ നവവി തങ്ങൾ രേഖപ്പെടുത്തിയത് ഒന്ന് കൂട്ടി തങ്ങളൊന്ന് സംയോജിപ്പിച്ച് സമൂഹത്തിന് നൽകാൻ വേണ്ടി പരിശ്രമിച്ചു നോക്കുമ്പോൾ 70 ഹദീസുകൾ മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. 70 ഹദീസുകൾ കഴിഞ്ഞ് ബാക്കി സിദ്ദീഖുൽ അക്ബർ എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ അവർക്ക് ലഭിച്ചില്ല. 70 അവർ അവസാനിപ്പിച്ചു. അവരുടെ കാലശേഷം ഏതാണ്ട് 2 നൂറ്റാണ്ട് വന്ന് കഴിഞ്ഞ് പിന്നിട്ട ശേഷം വന്നു ഹഫ്ദ് ജലാലുദ്ദീൻ സുയൂത്തി റഹ്മഹുല്ലാ. മഹാനായ ഇമാം സുയൂത്തി റഹ്മഹുല്ലാ തങ്ങളവറുകൾ അല്ലാമ ഇബ്നു കസീർ എന്നവരെഴുതിയ 70 ഹദീസുകളും രേഖപ്പെടുത്തിയ ശേഷം പറയുന്നു, ഇനി ഞാൻ ഇമാം നവവി പറഞ്ഞ എണ്ണം തികക്കാനൊന്ന് പരിശ്രമിക്കാം, അതിനായി ബാക്കിയൊന്ന് പറയാം. പറഞ്ഞ് അവരെണ്ണി നോക്കുമ്പോഴും 100-ൽ ചില്ലാനം 110-ന്റെ താഴെ ഹദീസുകൾ മാത്രമേ മഹാനായ ഹഫ്ദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളവർക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. ബാക്കി അവർക്ക് 142 ഹദീസിലെ ഒരു 10-40 ഹദീസുകൾ, ഏതാണ്ട് ഒരു 10-40 ഹദീസുകൾ അവർക്കും പറയാൻ കിട്ടിയില്ല. ഇന്ന് ഈ ഭൂമുഖത്ത് വല്ല ഹദീസും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെയും എനിക്കറിയാമെന്ന് പറഞ്ഞ മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളവர்கள் ഈ ഹദീസ് പറയാൻ അവർക്ക് കഴിയാതിരുന്നത് അന്ന് ഭൂമുഖത്ത് ഈ ഹദീസ് ഇല്ലാത്തത് കൊണ്ടാണ്. സുയൂത്തി ഇമാമിന് ശേഷം പിന്നെ ഈ ഹദീസ് എവിടെ നിന്ന് കിട്ടും? ഞാനിത് വിവരിക്കുന്നത് ഈ ഹദീസിന്റെ വീര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മഹാനർ പറഞ്ഞിട്ടുള്ള 142 ഹദീസുകളിൽ അതിൽ 100 ചില്ലാനം ഹദീസുകൾ മാത്രം ലഭ്യമായതിൽ ജലാലുദ്ദീൻ സുയൂത്തിയുടെ പരിശ്രമം കൊണ്ട്, അവരുടെ ഹദീസ് സംബന്ധിച്ചുള്ള ഓർമ്മശക്തിയുടെയും ശേഖരത്തിൻ്റെയും വൈപുല്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇട്ടുമാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഹദീസുകളിൽ വിലപ്പെട്ട ഹദീസാണ് ഇബ്ലീസ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം. എന്താണ് വാചകം?
ഞാൻ എത്രയോ പാപങ്ങൾ ചെയ്യിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകളെ വഴിതെറ്റിക്കുന്നു, പാപികളാക്കി മാറ്റുന്നു. അങ്ങനെ പാപികളാക്കി, കേടികളാക്കി, ദോഷികളാക്കി, തമ്മാടികളാക്കി മാറ്റിയിട്ടുള്ള ആളുകൾ പെട്ടെന്നൊരു ബോധോദയമുണ്ടായി. അവർക്ക് മനസ്സിൽ ഖേദം വരികയും അവർക്ക് പശ്ചാത്താപം ഉയരുകയും ആ പശ്ചാത്താപം വരുന്ന നേരത്ത് അവർ അള്ളാഹുവിനോട് മാപ്പിരുന്നുകൊണ്ട് അഹ്ലകൂനി ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ, കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട്, അത് പുതുക്കി പുതുക്കി ഉച്ചരിച്ചുകൊണ്ട് സദാസമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ചുകൊണ്ട് എന്നെ അവർ തുലച്ചു കളഞ്ഞു, എന്നെ അവർ നശിപ്പിച്ചു കളഞ്ഞു. എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വിശ്വാസികളായ ആളുകൾ സമ്മതിക്കുന്നില്ല. കാരണം കലിമത്തു തൗഹീദ് അവരങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഈമാനിൻ്റെ ബലം അവരങ്ങനെ കൂട്ടുകയാണ്, തൗഹീദിൻ്റെ വചനം അവരങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിലും വലിയൊരു ദിക്റില്ലല്ലോ. നമ്മൾ എത്ര തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുണ്ടോ അത്രയും തവണ ഈമാൻ അതിൻ്റെ മാറ്റുകൂടുകയാണ്, തിളക്കം വർദ്ധിക്കുകയാണ്. അത് ചെയ്തിട്ട് അവരെന്നെ തുലച്ചു. വലിസ്തിഗ്ഫാർ, പാപങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് നരകക്കാരാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ തിരിച്ചു പോരുമ്പോഴേക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മടക്കം തോന്നുമ്പോഴേക്കും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊക്കെ ബലക്ഷയം ബാധിച്ച് ഇനി ഇവിടെ ജീവിതമല്ല എന്ന് ഉറപ്പിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു വഴുത് കേട്ടുകൊണ്ട് അല്ലാഹു തആലാക്ക് പാപം ചെയ്താലുള്ള അതിൻ്റെ ഭയങ്കരതയെക്കുറിച്ച്, ഭീകരതയെക്കുറിച്ച് ഓർത്തുകൊണ്ടുമൊക്കെ അവർ പശ്ചാത്താപമുണ്ടാക്കി മനസ്സു നൊന്തുകൊണ്ട് വേദനിച്ച് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതോടെ എൻ്റെ ലക്ഷ്യം തകരുന്നു, എൻ്റെ പരിശ്രമം പൊടിയുന്നു, ഞാൻ തുലഞ്ഞു പോകുന്നു, ഞാൻ ആകെ കെട്ടുപോയി, എനിക്കൊരു രക്ഷയുമില്ലല്ലോ. ഇതാണ് ഇസ്തിഗ്ഫാറിൻ്റെ വലുപ്പം. എന്നിട്ട് ഇബ്ലീസ് പറയുന്നു, അതുകൊണ്ട് ഞാനൊരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. അള്ളാഹുവിനോട് പിഴപ്പിക്കും എന്ന് ഞാൻ ആണയിട്ട് പറഞ്ഞതല്ലേ, ആ പിഴപ്പിച്ചോ നിനക്കാവും വിധം എന്ന് അല്ലാഹു തആല എനിക്ക് അനുവാദവും തന്നതല്ലേ. അത് പരീക്ഷണാർത്ഥമാണ്. ഇബ്ലീസിനെ പടച്ചത് എന്തൊരു പരീക്ഷണത്തിനാണോ ആ പരീക്ഷണത്തിൻ്റെ പൂർത്തീകരണം തന്നെയാണ്, അതിൻ്റെ ഭാഗം തന്നെയാണ് അവന് പിഴപ്പിക്കാനുള്ള കഴിവ് നൽകുന്നതും പിഴപ്പിക്കാനുള്ള അവസരം നൽകുന്നതും. പക്ഷേ ആ പിഴപ്പിക്കാനുള്ള അവസരം നൽകുമ്പോഴെല്ലാം ഈ എത്ര പിഴപ്പിച്ചാലും അതിൽ നിന്ന് വിട്ട് ആക്കമല്ലാതമ്പലഹു, ചെയ്ത പാപങ്ങളൊന്നും അവൻ്റെ മേലുള്ള ഒരു പാപമേ അല്ലാത്ത വിധം പാപത്തിൽ നിന്ന് പൂർണ്ണമായും ഉമ്മപെറ്റ മക്കൾ ഉമ്മപെറ്റ നാളിൽ എങ്ങനെ വിശുദ്ധന്മാരായി വരുന്നുവോ അങ്ങനെ വിശുദ്ധവന്മാരാകാൻ പറ്റുന്ന തരത്തിലുള്ള സൽക്രമങ്ങളും അത്തരത്തിലുള്ള തൗബകളും ഒക്കെ സമ്മാനിച്ചുകൊണ്ട് അള്ളാഹു ആദരിച്ചപ്പോൾ എൻ്റെ ശ്രമം പാഴ്ശ്രമമായി പോയി. പക്ഷേ ഞാനതിന് തൗബ ചെയ്യാൻ അവസരമില്ലാതാക്കാൻ ഒരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. ഇബ്ലീസ് പറയുകയാണ്, എന്താണ് ഐഡിയ? അവരുടെ മനസ്സിൻ്റെ അകത്ത് ഞാൻ സ്വാർത്ഥ ചിന്തകളും ദുഷിച്ച ചിന്തകളും ഇട്ടുകൊടുക്കും. സ്വന്തം താല്പര്യങ്ങളും സ്വന്തം അഭിപ്രായങ്ങളും അവർക്ക് സൃഷ്ടിക്കും. അവരുടെ മനസ്സിൽ സ്വന്തമായിട്ട് ഓരോരോ ഐഡിയകൾ വരും. കർമ്മങ്ങൾ ഉണ്ടാക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, ചെയ്യുന്ന ഇബാദത്തുകാരെ ഭത്സിക്കാൻ, വിശ്വാസികളായ ആളുകളെ കുറ്റപ്പെടുത്താൻ, മുസ്ലിമീങ്ങളായ ആളുകൾ മുസ്ലിമീങ്ങളല്ലെന്ന് വിധി എഴുതാൻ, മുവഹിദുകളായ ആളുകൾ മുശ്രിക്കുകളാണെന്ന് വിധി എഴുതാൻ, ഇത്തരത്തിലുള്ള ഹവായും ചിന്തയും അവരുടെ മനസ്സിലിട്ട് കൊടുക്കുമ്പോ അതേ തരത്തിൽ തന്നെ പുണ്യകർമ്മങ്ങൾ എന്ന തോതിൽ ഇബാദത്തുകളായ കർമ്മങ്ങളൊക്കെ നാശപ്പെടുത്തിയ രീതിയിൽ ചെയ്യാൻ അവർക്ക് മനസ്സിൻ്റെ അകത്ത് പൂതി തോന്നും, മനസ്സിൻ്റെ അകത്ത് മോഹം തോന്നും. ഇങ്ങനെ ചെയ്താലെന്താ, നല്ലതല്ലേ? ഇങ്ങനെ ചെയ്താലെന്താ, കാട്ടിയാലെന്താ, നല്ലതല്ലേ? ഇങ്ങനെ ചെയ്താൽ വലിയ പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് നല്ല 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 ഇബാദത്തുകൾ നാശപ്പെടുത്താനും സ്വാർത്ഥ ചിന്തകൾ പ്രകാരം ആ ഇബാദത്തുകൾക്ക് വൈകൃതം സൃഷ്ടിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഹവായും ഇബ്തിദാഉം പുത്തൻ ചിന്തകളും അവരുടെ മനസ്സിൽ ഞാൻ ഇട്ടുകൊടുക്കും. അങ്ങനെ ഇട്ടുകൊടുത്താൽ എന്താണ് നേട്ടം? അവർക്ക് തൗബ ഉണ്ടാകില്ല, പശ്ചാത്താപം വരിയില്ല. മനസ്സിൻ്റെ അകത്ത് കുറ്റം, അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ കുറ്റം ചെയ്യുന്നു എന്ന തോന്നൽ പോലും അവർക്കുണ്ടാകില്ല. വഹും യഹ്സബൂന അന്നഹും മുഹ്തദൂൻ, ഞങ്ങൾ വലിയ ഹിദായത്തുകാരാണ്, ഇസ്ലാമിൻ്റെ ശരിയായ ഹുദായും സൽക്രമവും ഞങ്ങളുടെ അടുത്താണ്, കിതാബും സുന്നത്തും വിവരിച്ചതെല്ലാം ഞങ്ങളാണ് ചെയ്യുന്നവർ എന്ന് അവർ വിചാരിക്കും. എല്ലാവർക്കും പങ്കു കിട്ടാൻ ഇബാദത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നവർ ഞങ്ങളാണെന്ന് അവർ വിചാരിക്കും.
എല്ലാവർക്കും ഇബാദത്ത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാർഗമാണ് ഞങ്ങൾ ഉണ്ടാക്കിയതെന്ന് അവർക്ക് തോന്നിപ്പിക്കും. അങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്തിന് വിരുദ്ധമാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തിന് വിരുദ്ധമാണെങ്കിലും പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും ദുരാചാരങ്ങൾ സദാചാരങ്ങൾ എന്ന നിലയിൽ കുറ്റകരമായ കർമ്മങ്ങൾ ഇബാദത്തുകൾ എന്ന നിലയിൽ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കും. പോരാ, നല്ല വിശ്വാസങ്ങളെയെല്ലാം മോശപ്പെട്ട വിശ്വാസവും ശിർക്കും കുഫറുമായി വിധി എഴുതിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള തൗഹീദ് ഞങ്ങൾ പറയുന്ന തൗഹീദാണ് എന്ന ദുഷിച്ച ചിന്ത അവരുടെ മനസ്സിന്റെ അകത്തുണ്ടാക്കി കൊടുക്കും. ഈ ഒരൊറ്റ ചിന്ത അവർക്കുണ്ടായാൽ ബിദ്അത്തിന്റെ അഹ്ലുൽ അഹ്വാ, തന്നിഷ്ടത്തിന്റെയും സ്വന്തമായി വിശ്വാസമുണ്ടാക്കുകയും സ്വന്തമായി ദീനുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് അവർ മാറും. സ്വന്തമായി ഇബാദത്തിന്റെ കർമ്മങ്ങൾ രൂപപ്പെടുത്തുന്ന ആളുകളായിട്ട് അവർ മാറും. അങ്ങനെ മാറിയാലുള്ള ഗുണമെന്താണ്? പശ്ചാത്തപിക്കാൻ അവർക്ക് തോന്നില്ല. പശ്ചാത്തപിക്കണമെങ്കിൽ കുറ്റങ്ങളുടെ കുറ്റമായിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് അവർക്ക് ഒരിക്കലും മനസ്സിന്റെ അകത്ത് വിരിയില്ല. കുറ്റമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന്. വ്യഭിചരിക്കുന്ന ഒരാളും വ്യഭിചാരം അല്ലാഹു തആല നിഷിദ്ധമാക്കിയതാണെന്ന് വിശ്വസിക്കാത്തവരോ അറിയാത്തവരോ ഇല്ലല്ലോ. നമ്മൾ വിശ്വാസികളല്ലെങ്കിൽ പോലും നിയമത്തെറ്റാണിത്, ശരിയല്ല. ഇന്ത്യ രാജ്യം വലിയ കുറ്റമൊന്നും ഞാൻ ചെയ്യണില്ല എന്ന് അപകടത്തിൽപ്പെടുന്നവർ പറയുന്നുള്ളൂ. വേറെ സമൂഹം വരയ്ക്കിയ കുറ്റമോ സമൂഹത്തിനിടയിൽ മോശപ്പെട്ടോ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ലല്ലോ. അപകടത്തിൽപ്പെടുമ്പോൾ നമ്മൾ പറയും ഇന്ത്യ രാജ്യം വിലക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പോലും അവിശ്വാസികളും വിശ്വാസികളും ഒക്കെയും ദുരാചാരമാണ്, തെറ്റാണ്, നിഷിദ്ധമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള തെറ്റുകളാണ് എല്ലാ തെറ്റുകളും. അങ്ങനെയാണ് തെറ്റുകാരൊക്കെയും അവർ ചെയ്തത് പാപമാണ്, ഞങ്ങൾ പാപികളാണ് എന്ന ചിന്തയിലെത്തി കുറ്റബോധം അവരുടെ മനസ്സിലുണ്ടാകുന്നത്. ആ കുറ്റബോധം കുറ്റമല്ല ഞങ്ങൾ ചെയ്യുന്നതെന്ന് തോന്നിയാൽ, പുണ്യമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് തോന്നിയാൽ, ഇസ്ലാം നിഷിദ്ധമാക്കിയ പച്ചക്ക് നിഷിദ്ധമാക്കിയ കുറ്റങ്ങളായി എണ്ണിപ്പറഞ്ഞിട്ടുള്ള പാപങ്ങൾ, ഇവിടെ 5 ദിവസത്തെ വയലിൽ പറഞ്ഞ പാപം എന്ന് പറഞ്ഞ ആ പാപങ്ങളൊന്നും ഇവർ ചെയ്യില്ല. അതിലൊക്കെ ഇവർ വിശുദ്ധവാന്മാരാണ്. അലിയാർ പറഞ്ഞ ഹറൂരിയത്ത് എന്ന അന്നത്തെ ഖവാരിജ് എന്ന ബിദ്അത്ത് പ്രസ്ഥാനത്തിന്റെ നിലയും ഇതായിരുന്നു. കർമ്മങ്ങളിൽ അവർക്ക് പാപമില്ല, നിസ്കാരം അവർക്ക് അധികമാണ്, രാത്രി മുഴുവൻ അവർ നിസ്കരിക്കുന്നവരാണ്, തസ്ബീഹുകളും ദിക്റുകളും അവർ വർദ്ധിപ്പിക്കുന്നവരാണ്. അവർ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കൊന്നതുപോലും ദീനിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അവർ നോക്കിയത്. യാ ദർബതം മിൻ തഖിയ്യൻ മാ അറാദ ബിഹാ ഇല്ലാ ലിയബ്ലുഗ മിൻ ദിൽ അർശി റിദ്വാനാ. അലിയാരെ വെട്ടിയ ആളുണ്ടല്ലോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ ഖലീഫയെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ഖലീഫമാരുടെ കൂട്ടത്തിൽ മഹത്തായ പദവികൾ പലതും വേറിട്ട് സവിശേഷതയുള്ള അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ, എന്നാൽ അല്ലാഹു തആല 4ാം ഖലീഫയാക്കി നിശ്ചയിച്ചിട്ടുള്ള മഹാനവർകളെ, ആ മഹാനവർകളെ കൊന്ന ആളെ പറ്റി പറയുന്നത് യാ ദർബതം മിൻ തഖിയ്യിൻ, ഭക്തരായ ആളിൽ നിന്നുണ്ടായിട്ടുള്ള വെട്ട് വല്ലാത്തൊരു വെട്ടാണ്. എന്തൊരു വെട്ടാണ്! മാ അറാദ ബിഹാ, ആ വെട്ടുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ലാ ലിയബ്ലുഗ മിൻ ദിൽ അർശി റിദ്വാനാ, പടച്ചോന്റെ പൊരുത്തം കിട്ടാനാ, അർശിന്റെ അധിപനായ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാനാ. ഇന്നി ലാ അദ്കുറുഹു യൗമൻ ഫഅഹ്സിബുഹു ഔഫൽ ബരിയത്തി ഇൻദല്ലാഹി മീസാനാ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇന്നി ലാ അദ്കുറുഹു യൗമൻ ഫഅഹ്സിബുഹു, ഞാൻ അയാളെ ഓർക്കുമ്പോഴെല്ലാം വിചാരിക്കുന്നത് അദ്ദേഹം ഔഫൽ ബരിയത്തി ഇൻദല്ലാഹി മീസാനാ, അള്ളാഹുവിന്റെ മുമ്പിലുള്ള നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൽ ഏറ്റവും സമ്പൂർണമായി നന്മകൾ തൂങ്ങി നിൽക്കുന്ന ആളാണ്, നന്മകളെല്ലാം ചെയ്തിട്ടുള്ള ആളാണെന്നാണ് അയാളെ പറ്റി ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്ര ഭക്തനാണ്. ആര്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അഷ്കൽ അവ്വലീന വൽ ആഖിരീൻ, മുന്നിൽ കഴിഞ്ഞു പോയ ആളുകളിൽ വെച്ചും
പിറകെ വരാനിരിക്കുന്ന വിശ്വാസികളിൽ വെച്ചുമെല്ലാം ഏറ്റവും ഭാഗ്യക്കേടിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ദുര്യോഗി ആരാണെന്ന് ഞാൻ വിവരിച്ചു തരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ചോദിക്കുമ്പോൾ അലിയാർ പറയുന്ന മറുപടി എന്താ? ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, അത് ആ ഉമ്മത്തിലെ മോശക്കാരനാ. റസൂലുള്ളാഹി ഇവിടെ പറയുന്നത് മുന്നിൽ കഴിഞ്ഞവരെ വെച്ച് നോക്കുമ്പോഴും പിന്നിൽ വരാനിരിക്കുന്ന വെച്ച് നോക്കുമ്പോഴും ഏറ്റവും ഭാഗ്യം കെട്ട ദുര്യോഗി ആരാ പറയട്ടെയോ? നിന്റെ ഇവിടെ വെട്ടിക്കൊണ്ട്, നിന്റെ തല പൊളിച്ചുകൊണ്ട്, നിന്നെ വെട്ടിക്കൊണ്ട് ഇതിലെയും നിന്റെ താടിയും തലമുടിയുമെല്ലാം ചെഞ്ചായം പുരട്ടുന്ന ദുഷ്ടനുണ്ട്. അയാളാണ് ഏറ്റവും വലിയ ഭാഗ്യദോഷി എന്ന് റസൂലുള്ളാഹി തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അവർക്ക് വിവരം നൽകി പ്രവചിച്ചു നൽകിയ അയാളെ പറ്റിയാണ് ഈ പറയുന്നത്. വിവരിക്കുന്നത് ആരാണ് ഈ വിവരിക്കുന്ന ആളുകളറിയോ? നമ്മളെ മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു വലിയ മുഹദ്ദിസാണ് ഇമ്രാൻ ഇബ്നു ഹത്വാൻ. മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, വിദേഹത്തുകാരനാണ്, ഖവാരിജികൾപ്പെട്ട ആളാണ്, ഇഷ്ടക്കാരനാണ്. ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലയുണ്ട്. ഹദീസ് റസൂലുള്ളാഹിന്റെ ആ വഴിക്ക് പാരമ്പര്യമായി കിട്ടിയാൽ ജീവിതത്തിൽ ഭക്തിയുള്ള, കളവ് പറയാത്ത, ശുദ്ധമായി നന്മകൾ വിവരിക്കുന്ന, സത്യമാണ് പറയുന്നത് എന്നുള്ള കള്ളന്മാര്, അങ്ങനത്തെ വിദ്യാർത്ഥികാരാണെങ്കിലും അവരിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ അവരെ പറ്റും. അതനുസരിച്ചുകൊണ്ട് ഇമ്രാൻ ഇബ്നു ഹത്വാനിന്റെ ഹദീസ് നമ്മൾ സ്വീകരിക്കും. പക്ഷെ ആ സ്വീകരിക്കുന്ന മുഹദ്ദിസായ പണ്ഡിതൻ പറയുന്നത് ഈ ഭക്തനായ ആളാണ് അലിയാരെ വെട്ടിക്കൊന്നത് എന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞത് അസ്തൽ അവ്വലീന വൽ ആഖിരീൻ എന്നാണ്. ആ തഖിയ്യ് എന്ന് വിശേഷിപ്പിക്കുന്ന വിധം തഖിയ്യികളായിരുന്നു ഹറൂരിയ. അവരെ പറ്റിയാണ് അലിയാർ പറയുന്നത് വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നത. നല്ല കർമ്മങ്ങളാണെന്ന് ചെയ്തുകൊണ്ട് അവരങ്ങനെ ജീവിക്കും. നല്ല വഴിയിലാണ് അവരെന്ന് ജീവിക്കും. അവർ നല്ല ദീനുകാരാണ് അവരെന്ന് ജീവിക്കും. പാരമ്പര്യത്തിന്റെ മാർഗത്തിലാണെന്ന് അവർ ജീവിക്കും. തങ്ങളുടെ നേതാക്കന്മാർ ഔലിയാക്കളാണെന്ന് ധരിച്ചുകൊണ്ട് ആ മാർഗത്തിലാണ് തങ്ങളെന്ന് ധരിക്കും. മഹാത്മാക്കൾ ഉണ്ടാക്കി തന്ന സംഘടനയുടെ ആളുകളാണ് തങ്ങളെന്ന് അവർ അഭിമാനം പറയും. ആ രീതിയിൽ പേച്ചുപോയാലേ ഞങ്ങൾ ചെയ്യുന്നൊക്കെ നല്ല ഔലിയാക്കന്മാരെ വഴി തന്നെ, നല്ല മാർഗം തന്നെയാണല്ലേ ഇത്തരം ആളുകൾ വിചാരിക്കുള്ളൂ. ഇത് തന്നെയാണ് ഹറൂരിയത്ത് എന്ന വിദ്യാർത്ഥികാർക്കും മറ്റേത് വിദ്യാർത്ഥികാർക്കും സംഭവിക്കുന്നത്. വിദ്യാർത്ഥി എന്നുള്ള നിങ്ങൾ വിലയിരുത്തി നോക്കി. ഞാനിത് പറയുന്നത് എന്തിനാ? നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം പ്രത്യേകം ഉണർത്തുന്നതിന് വേണ്ടിയാണ്. 5 ദിവസം നിങ്ങൾ കേട്ടത് പാപങ്ങളെ കുറിച്ചാണ്. പക്ഷെ ആ പാപങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം തൗബ തന്ന് പ്രത്യാശ ഉണ്ടാക്കും. ആ പ്രത്യാശയിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്ത് പാപവും ആ പ്രത്യാശക്ക് നല്ല വകയുണ്ട്. കാരണം ഉർഗറത്തിന്റെ ഹാല് വരെയും നമുക്ക് കുറ്റബോധം തോന്നിയിട്ട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു ആ സ്വീകരിക്കുന്നവർ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. പക്ഷെ അതിന് മനസ്സിന്റെ അകത്ത് തൗബ വേണ്ടേ? മനസ്സിന്റെ അകത്ത് തൗബ വിരിയണ്ടേ? നദം വേണ്ടേ? ആ ഖേദവും ശരിയായ പശ്ചാത്താപവും മനസ്സിന്റെ അകത്ത് വിരിയാൻ പറ്റാത്ത വിധം ഹൃദയത്തെ മലിനപ്പെടുത്തുന്ന തരത്തിലുള്ള അപകടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. തെറ്റല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഇബാദത്തുകളാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് കരുതിക്കൊണ്ട് കുറ്റങ്ങൾ ചെയ്തു പോകുന്ന ആളുകളുടെ ഗണത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ വിശുദ്ധന്മാരാന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ തെറ്റൊന്നും ഇല്ലാത്തവരാന്ന് വിചാരിക്കും. നമ്മൾ 5 വക്ത് നിൽക്കരിക്കണമല്ലോ, 5 വക്ത് ജുമയും നിൽക്കരിക്കും, അങ്ങനെ കേട്ടുന്നല്ല നമ്മൾ എന്ന് നമ്മൾ വിചാരിക്കും. എല്ലാ 5 വക്തും ജുമയും നിൽക്കരിക്കണമല്ല നമ്മൾ. അതേപോലെ തന്നെ നമ്മൾ എല്ലാ സൽക്രമങ്ങളും നബിയും സ്വഹാബത്തും എങ്ങനെയാണോ ചെയ്തത്, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും എങ്ങനെയാണോ വിവരിച്ചത്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. തൗഹീദ് ഒരു നിലക്കും തെറ്റിപ്പോകാതിരിക്കാൻ, ശിർക്കിലേക്ക് ഒരു നിലക്കും ആളുകൾ തെറ്റിപ്പോകാതിരിക്കാൻ പരിശ്രമിക്കുന്നവരാണ് എന്നൊക്കെ സ്വയം തോന്നിപ്പോകുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. അവർക്ക് എങ്ങനെയാണ് തെറ്റ് മനസ്സിലാവുക? എങ്ങനെയാണ് അവർക്ക് പശ്ചാത്താപം നോക്കുക? പശ്ചാത്താപത്തിനുള്ള അവസരമുണ്ടാകാൻ അവരുടെ മനസ്സ് കെട്ടുപോയി. ഒരിക്കലും അവർക്ക് അവസരമുണ്ടാകില്ല. എങ്ങനെ കെട്ടുപോകും? ഒറ്റ വിദേഹത്തിന്റെ ഗൗരവം ചിന്തിക്കുക. ഒറ്റ വിദേഹത്ത് എങ്ങനെയാണ് ഒരു വിദേഹത്ത് വിശ്വാസപരമായി മനസ്സിന്റെ അകത്ത് വിദേഹത്ത് കടന്നുകൂടുക? വിശ്വാസപരമായി കടന്നുകൂടുന്നത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഒരു 100ാം വർഷകം ആഘോഷിച്ചു കേരള ജംഇയ്യത്തുൽ ഉലമ. ഞാൻ സംസ്ഥാനത്തെ അല്ലേ, ഇതിൻ്റെ മുമ്പ് രൂപീകരിച്ച ഒന്നുണ്ട്, അതിൻ്റെ ലേശം മുമ്പ് രൂപീകരിച്ചതാണ് കേരള ജംഇയ്യത്തുൽ ഉലമ.
പക്ഷെ അതിൻ്റെ ഒപ്പം ഒന്നുണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസുന്നത്ത് വൽ ജമാഅ. കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസുന്നത്ത് വൽ ജമാഅ, ഇതായിരുന്നു എൻ്റെ പേര്. കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസുന്നത്ത് വൽ ജമാഅ. വെല്ലൂർ ബാക്കിയാത്തിലെ ഉസ്താദ് അൽഹാസിദായ അബ്ദുൽ ജബ്ബാർ ഹദറത്ത് എന്നവരെ കൊണ്ടുവന്ന് രൂപീകരിച്ചാണത്. അവരെ നിർത്തിയിട്ട് രൂപീകരിച്ച സംഘ കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അന്നത്തെ ഓലെ പേരിലുണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുകാർ. നമ്മളും അങ്ങനെ തന്നെ പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുകാർ. ആ സുന്നത്ത് ജമാഅത്ത് ഞങ്ങളുടെ അടുത്താണ്. നിങ്ങൾ വിദ്യാർത്ഥിക്കാരാണ്, കാട്ടുന്നതൊക്കെ വിദ്യാർത്ഥി, ചെയ്യുന്നതൊക്കെ വിദ്യാർത്ഥി എന്നാണ് നമ്മളെപ്പറ്റി അവർ പറയുന്നത്. ഞങ്ങൾ അഹ്ലുസുന്നത്തുകാരാണ്. ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി. സുന്നത്തിൻ്റെ ആളുകൾ, ജമാഅത്തിൻ്റെ ആളുകൾ. എന്താണ് സുന്നത്തിൻ്റെ ആളുകൾ, ജമാഅത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ അർത്ഥം? നബിചര്യക്കൊത്തുകൊണ്ട് വിശ്വാസം രൂപപ്പെടുത്തിയിട്ടുള്ള ആളുകൾ. നബിചര്യക്കൊത്തുകൊണ്ട് വിശ്വാസം രൂപപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ അവർ ജമാഅത്തുൽ മുസ്ലിമീൻ്റെ ആളുകളാണ്. വൽ ജമാഅ, ജമാഅത്തുൽ മുസ്ലിമീൻ്റെ ആളുകളാണ്. ജമാഅത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മൊത്തമായിട്ടുള്ള എല്ലാവരുടെയും ഏകോപിച്ചിട്ടുള്ള നിലപാടെന്താണോ ആ നിലപാടനുസരിച്ചുകൊണ്ട് ഏകുന്നു. റസൂലുള്ളാഹിന്റെ സുന്നത്ത് പ്രത്യക്ഷരം തെളിഞ്ഞാൽ അതിലാർക്കെങ്കിലും മുസ്ലിം ഉമ്മത്തിൽ പിഴവുണ്ടാവോ? തെറ്റി നിൽക്കുക ആരെങ്കിലും? ഒരിക്കലുമില്ല. അപ്പൊ ആ സുന്നത്ത് ജമാഅത്തുൽ മുസ്ലിമീങ്ങളുടെ മാർഗമായി വരും, ഇജ്മാഉള്ള കാര്യമായി വരും എന്നർത്ഥം. ഇമാമുന ശാഫിഈ തങ്ങളവർ ഇത് വളരെ വിവരമായി വിവരിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വിവരണം നൽകുകയല്ല. നമ്മൾ ധരിക്കുന്നതിന് വേണ്ടി, ആ അപകടം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാണ്. ഒരൊറ്റ ബിദ്അത്ത് ഒരാളിൽ നിന്ന് വന്നാൽ, അതായത് വിശ്വാസപരമായ ഒരു ബിദ്അത്ത് ഒരാളിൽ നിന്ന് വന്നാൽ അതിൻ്റെ ഗൗരവവും അതിൻ്റെ ഭയങ്കരതയും മനസ്സിലാക്കാനാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ബിദ്അത്ത് എപ്പോഴാണ് വരിക? മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തെറ്റിപ്പോയി, അത് ശരിയല്ല എന്ന് ഇവൻ്റെ മനസ്സിൽ വിശ്വാസം വരുമ്പോഴാണ്. മുസ്ലിം ഉമ്മത്ത് മൊത്തം ഏകോപിച്ച് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം, മുസ്ലിം ഉമ്മത്തിനെ വഴി നടത്താൻ വേണ്ടി മുജ്തഹിദീങ്ങളായ ഉമ്മത്ത് ഏകോപിച്ചിട്ടുള്ള ഒരു കാര്യം, ആ കാര്യം തെറ്റാണ്, അത് ശരിയല്ല എന്ന് ഒരു കൂട്ടം ആളുകൾ ഏതെങ്കിലും കാര്യത്തെപ്പറ്റി വിശ്വസിച്ചാൽ അപ്പോഴാണ് ബിദ്അത്ത് വരുന്നത്. ആ ബിദ്അത്ത് വരുന്ന ആളുടെ ബിദ്അത്തിൻ്റെ ഭയങ്കരമെന്ന് ഓർത്തു നോക്കി. എന്താണ് അയാൾ ചെയ്യുന്നത്? ഒറ്റ ബിദ്അത്തിലൂടെ ഈ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ പിഴച്ചവരാകുന്നു എന്ന് വിധിയെഴുത്തുന്നു. ഒരൊറ്റ കാര്യത്തിലൂടെ ഈ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ പിഴച്ചവരാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയതിലേക്ക് വന്നു നോക്കി. നമ്മളിപ്പോൾ ചെയ്തു വരുന്ന പരിപാടികൾ സ്വാലിഹീങ്ങളായിട്ടുള്ള, ഔലിയാക്കന്മാരായിട്ടുള്ള, അമ്പിയാക്കന്മാരായിട്ടുള്ള, മഹത്തുക്കളായിട്ടുള്ള ആളുകളുടെ പ്രത്യേകമായ ഒരു ബന്ധം നമുക്കുണ്ട്. ആ ബന്ധം നിലനിർത്തുമ്പോൾ, സ്നേഹം നിലനിർത്തുമ്പോൾ, ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവളെപ്പറ്റിയുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ ഓർമ്മകൾ സൂക്ഷിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നതിന് വേണ്ട കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ആ കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അവരുടെ ആത്മീയമായ നിലക്കുള്ള സഹായം കിട്ടാനും അവരുടെ ആത്മീയമായ ബന്ധം കിട്ടാനും വേണ്ടി അവരുമായി ബന്ധപ്പെട്ട് ആത്മീയമായി നമ്മൾ ജീവിക്കുകയും അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന നേരത്ത് അള്ളാന്റെ റസൂലേ, മുത്തുനബിയേ, ബദരീങ്ങളെ, മൊയ്തീൻ ശൈഖേ എന്നൊക്കെ നമ്മൾ വിളിച്ചു വരും. ഇങ്ങനെ വിളിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൽ നിരാക്ഷേപം നടന്നു വന്ന് നിലനിൽക്കുന്ന ഒന്നാണ് പരിപാടി. ഈ പരിപാടിയില്ലാത്ത ഒരു മുസ്ലിം തലമുറ കഴിഞ്ഞു പോയിട്ടില്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ തലമുറ മുതൽക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന തലമുറ വരെയുള്ള മുസ്ലിം തലമുറകളിലെല്ലാം നിറഞ്ഞു നിന്നിട്ടുള്ള മുസ്ലിം ഉമ്മത്തിലെ ഒരു സംഗതിയാണ് മഹാന്മാരെ പെട്ടെന്ന് വിളിക്കലും മഹാന്മാരെ ആത്മീയമായി നമ്മൾ സഹായം തേടലും, നമ്മൾക്ക് വരുമ്പോൾ ആത്മീയമായി അവരൊന്ന് വിളിച്ചലും സലാം പറയലും നേരിട്ട് പറയലും ഒക്കെ. ഇത് നമ്മൾ പറയുന്നത് ചെയ്തു പോയാൽ അത് ശിർക്കായി പോയി, ശിർക്ക് ചെയ്യലായി പോയി, അത് ശിർക്കായി പോയി. ഇത് ശിർക്കായി പോയി എന്ന് പറയുന്ന ആളുകൾ ഇതുവരെ കഴിഞ്ഞ മുസ്ലിം തലമുറകൾ മുഴുവൻ പിഴവാണ് ചെയ്യുന്നത്, പിഴവാണ് പറയുന്നത്, പിഴച്ച വിശ്വാസമാണ് അവർക്ക്. അവർ ശിർക്കിലേക്കാണ് സമൂഹത്തെ കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ എത്ര അപകടകരമായ കുറ്റപ്പെടുത്തലാണിത്. എന്നാ തിരിച്ചു നോക്കൂ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മെ മുശ്രിക്കോ നമ്മെ ശിർക്കിലോ ആക്കുന്ന ആളുകളെ അവർ മുസ്ലിംകളല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. ഈ പറഞ്ഞ ഹറൂരിയത്തിനെ മഹാനായ ഇമാം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രത്യക്ഷപ്പെട്ടവരും അവരുടെ നേർപതിയോയികളായി വന്നവരും അവർ അയച്ചിട്ടുള്ള സംഘങ്ങൾ നേരിട്ട് പടപൊരുതിയിട്ട്
ആ പടപൊരുതിക്കൊണ്ട് അങ്ങനത്തെ ഒരു സംഘത്തിന്റെ ശക്തിയുടെ മുനയൊടിക്കുകയും ചെയ്തിട്ടുള്ള സംഘമാണ് ഹറൂരിയ. ഈ ഹറൂരിയത്തിനെ അന്ന് സ്വഹാബാക്കളോ ഖലീഫമാരോ കാഫിറുകളെന്ന് പറഞ്ഞോ? ഇല്ല. നമ്മളെന്ന് പറയാൻ മടിക്കും. കാരണം മുസ്ലിമീങ്ങളെ കാഫിർ എന്ന് പറയാൻ നമ്മൾ മടിക്കും. നമുക്കത് പേടിയാ മുസ്ലിമായ മനുഷ്യനെ കാഫിർ എന്ന് പറയാൻ. മുസ്ലിമായ മനുഷ്യനെങ്ങനെ കാഫിർ എന്ന് പറയുന്നത്? പാപമല്ലേ, എന്താണെങ്കിലും വരുള്ളൂ. അപ്പം ആ പാപത്തെ അള്ളാഹു തആല പൊറുക്കാൻ ഇടയുണ്ടല്ലോ. ഏത് പാപവും അള്ളാഹിൻ്റെ മശീയത്തുണ്ടെങ്കിൽ അള്ളാഹു തആല ഏത് പാപവും പൊറുക്കാം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ കാഫിർ എന്ന് പറയുന്ന ആ വിധി എഴുത്ത് സുന്നികൾക്കില്ല, ഒരു കാലത്തുമില്ല, എക്കാലത്തുമില്ല. നേരെ മറിച്ച് ഇതിനെതിരെ ബിദ്അത്തിന്റെ സംഘങ്ങൾ ഏത് കാലത്ത് വന്നാലും ആ സംഘങ്ങൾ ഉയർത്തുന്ന എല്ലാ വാദഗതികളും മുസ്ലിം ഉമ്മത്ത് ബിദ്അത്ത് കുഫറിലാണ്, മുസ്ലിം ഉമ്മത്ത് ശിർക്കിലാണ്, മുസ്ലിം ഉമ്മത്ത് തൗഹീദിന് വെളിയിലാണ് എന്ന് പറയുന്ന ദുരാവരോടവും ആ തരത്തിലുള്ള വിധിയെഴുത്തുമായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ മുസ്ലിം ഉമ്മത്തിനെ മൊത്തം കുഫറിലേക്ക് ചേർത്തുകൊണ്ടുള്ള ഭയങ്കരമായ തെറ്റാണ്. വാസ്തവത്തിൽ ബിദ്അത്തിന്റെ ഒരു വിശ്വാസം ഒരാൾക്ക് മനസ്സിൻ്റെ അകത്ത് കടന്നുകൂടിയാൽ ഒറ്റ വിശ്വാസത്തിൽ മാത്രം വരുന്നു, ഒറ്റ വിശ്വാസം മുജ്മഅ അലൈഹി ആ ഒരു കാര്യം, ആ ഒരൊറ്റ കാര്യം ശരിയല്ല എന്ന് വന്നാൽ മുസ്ലിം ഉമ്മത്ത് മൊത്തമായി നിലക്കൊണ്ടത് ശരിയല്ല, അത് പിഴവാണ് എന്ന് ആരോപിക്കുന്നത്. ഈ ആരോപണം നമ്മുടെ മനസ്സിൽ വന്നാൽ എന്തു വരും? അവർ ഹിദായത്തിന്റെ മാർഗത്തിലാണ്, അവരുടേതാണ് ഹിദായത്തിന്റെ മാർഗം. മറ്റു മുസ്ലിമീങ്ങളെല്ലാം പിഴച്ചവരാണ്, പിഴക്കാൻ സാധ്യതയുള്ളവരാണ്, തങ്ങൾ മാത്രം പിഴക്കാത്തവരാണ്, തങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണ് എന്ന ഒരഹങ്കാരത്തിലേക്കും സ്വയമായിട്ടുള്ള ഒരു ഉൾപ്പളകത്തിലേക്കും ജുബിലേക്കും ഈ ബിദ്അത്ത് മനുഷ്യനെ കൊണ്ടെത്തിക്കും. അങ്ങനെ വരുമ്പോൾ തെറ്റുകാരായിട്ട് അവർക്ക് തോന്നും. ബാക്കി കർമ്മമൊക്കെ ഉണ്ടാവും, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചുണ്ട്. പക്ഷേ വിദ്യാർത്ഥിയോട് കൂടെ വരുമ്പോൾ മറ്റേ മൂല്യര്, മറ്റേ തങ്ങള്, ആ ഭക്തന്, ആ ഓറുമാര്, ഈ ഔലിയാക്കന്മാര്, ഇതൊക്കെ നമ്മൾ ഉദ്ദേശിച്ചവർക്കല്ല. അതൊക്കെ പോലെ ഒരു മനുഷ്യനെങ്ങനെ പേപ്പിക്കാൻ വേണ്ടി പോകുക. വിധിയെഴുത്തുകൾ നിങ്ങൾ കേട്ടുനോക്കി. പച്ചയ്ക്ക് ശിർക്ക് എന്നറിയുന്നത് ഇപ്പോൾ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് നിർത്തിപ്പോയിട്ടുണ്ട്, അൽഹംദുലില്ലാ. പച്ചക്കുണ്ടല്ലോ ഇങ്ങനെ ശിർക്ക് എന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിലും എല്ലായ്പ്പോഴും പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഉമ്മത്ത് മുഴുവൻ ശിർക്കിലാണ് എന്ന് ആരോപിക്കാതെ ഒരു ബിദ്അത്തിന്റെ പ്രസ്ഥാനവും ഇവിടെ മുടക്കിയിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിക്കാൻ തുടങ്ങിയ നാൾ മുതൽക്ക് ഏത് ബിദ്അത്തിന്റെ പ്രസ്ഥാനവും മുസ്ലിം ഉമ്മത്തിനെ മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തെ ശിർക്കിലോ കുഫറിലോ വിധി എഴുതിക്കൊണ്ട് തളച്ചിട്ടിട്ടും അതിലേക്ക് തള്ളി വീഴ്ത്തിയിട്ടും മാത്രമാണ് അവരവരുടെ കൊടി ഉയർത്തിയിട്ടുള്ളത്. ആ വിധത്തിലുള്ള ബിദ്അത്തുകൾ ഞാൻ ഇട്ടുകൊടുത്താൽ മറ്റുള്ളവരൊക്കെ മോശക്കാരും നമ്മൾ നല്ല വിശ്വാസക്കാരനും തൗഹീദുകാരനുമാണ് തോന്നും, പശ്ചാത്താപം ഉണ്ടാകില്ല. ബിദ്അത്തിന്റെ കുഴപ്പമാണിത്.